രേഷചന്ദ്രൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പാലങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും പല പല ഭാഗങ്ങളിലായിട്ടുള്ള നിരവധി പാലങ്ങളെക്കുറിച്ച് നമുക്ക് കൗതുകം ഉണർത്തുന്ന ഈ പല രീതിയിലുള്ള പേര്. പക്ഷേ നമുക്ക് തീർത്തും കൗതുകം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് വളരെ നമുക്കൊരു ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു പാലത്തിനെക്കുറിച്ചുള്ള വാർത്ത. അതായത് മറ്റൊന്നുമല്ല, നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ താരരാജാവ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ പേരിലും, അതായത് മമ്മൂട്ടി പാലം എന്ന് പറയുന്ന പേരിലും ഒരു പാലമുണ്ട്. ഇത് അറിയാവുന്നവരുണ്ടായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ പാലത്തിന്റെ കുറച്ച് വിവരങ്ങളൊന്ന് പങ്കുവെക്കുന്നു. 40 വർഷങ്ങൾക്ക് മുൻപ് കൊച്ചി ഗിരിനഗർ പേരണ്ടൂർ കനാലിന് കുറുകെ ഒരു ചെറിയ തടിപ്പാലം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ തടിപ്പാലം വീണ്ടും പണിതെടുത്ത് അതിനെ മമ്മൂട്ടി പാലം എന്നറിയപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ ഈ കാണുന്ന നിലയിലാണ് ഈ മമ്മൂട്ടി പാലം ഉള്ളത്. ഇവിടുത്തെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് നിത്യേന ഉപയോഗപ്പെടുന്ന ഒരു പാലമാണിത്. അതിനൊരു കാരണമുണ്ട്, ചോദിച്ചറിയാം. എന്താ പറയണ്ടേ, നമ്മളിവിടെ അത്ര പരിചയമില്ല, എളുപ്പമായോണ്ട് വെറുതെ നടക്കാനൊക്കെ നല്ല ഈ വഴി. എന്ന് കാലത്ത് നടക്കാൻ ഇറങ്ങും, ഇപ്പൊ മഴയായതുകൊണ്ട് അങ്ങനെ ഇറങ്ങാറില്ല. അപ്പൊ എളുപ്പമാണ് ഇതിലെ നടന്ന് അറ്റം വരെ നടന്നു പോകാനൊക്കെ. ഈ പാലത്തെ മമ്മൂട്ടി പാലം ആണെന്ന് അറിയപ്പെടുന്നതെന്ന് അറിയോ? മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത് നേരത്തെ ഇവിടെ താമസിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് സിനിമാ താരം മമ്മൂട്ടി താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ് പനമ്പള്ളിയിലെ ഒരു ഗിരിനഗർ. അന്ന് അദ്ദേഹം താമസിക്കുന്ന സമയത്ത് ഈ ഒരു പാലം ചെറിയൊരു തടിപ്പാലമായിരുന്നു. പിന്നീട് അദ്ദേഹമാണ് ഈ പാലത്തെ വീണ്ടും പണിതെടുത്തത്. അന്ന് മുതൽ ഈ ഒരു പാലത്തെ മമ്മൂട്ടി പാലം എന്നാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ ഒരു സ്ഥലത്ത് നിന്ന് സ്ഥലം മാറിപ്പോയപ്പോഴും ഈ ഒരു പാലത്തെ മമ്മൂട്ടി പാലം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. താങ്ക് യു.